നമസ്കാരം. മൈൽസ് ടു സ്മൈൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ലോക്ക്ഡൗണിലും ലോക്കാകാതെ കിടക്കുന്ന ഒരു വിദ്യാലയ മുറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തൃശൂർ കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ കൃഷിമുറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 7 വർഷങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സിസ്റ്റർ ലേഖയാണ് ഇങ്ങനെ ഒരു കൃഷിമുറ്റത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് മാറി വന്ന അധികാരികളും അത് തുടർന്നു പോന്നു. ഇപ്പോഴത്തെ കൃഷിമുറ്റത്തിന്റെ ചാർജ് സിസ്റ്റർ റോസ്മിക്കാണ്. സിസ്റ്റർക്ക് കട്ട സപ്പോർട്ടുമായി ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സിസ്റ്റർ ലിസി ജോൺ ഇരുമ്പനും പ്രിൻസിപ്പൽ ശ്രീമതി ടെസി ജോസും സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളുമൊക്കെ കൂടെയുണ്ട്. കൃഷിയിൽ പല നവീന രീതികളും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ സിസ്റ്റർ പരീക്ഷിച്ചു നോക്കി. പച്ചക്കറിത്തോട്ടത്തിന് പുറമെ ഔഷധത്തോട്ടം, നക്ഷത്രവനം, ശലഭോദ്യാനം, ഫ്രൂട്ട് ഗാർഡൻ ഇവയെല്ലാം സ്കൂളിലുണ്ട്. കൃഷിയോടുള്ള ആഭിമുഖ്യത്തെ കണക്കാക്കി നിരവധി അവാർഡുകളാണ് സ്കൂളിനെ തേടിയെത്തിയിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പച്ചക്കറിത്തോട്ടത്തിനുള്ള അവാർഡും പെടും. ലോക്ക്ഡൗണിൽ വിദ്യാർത്ഥികളുടെ അഭാവം ഉണ്ടായിരുന്നെങ്കിൽ കൂടി മെയ് മാസം തന്നെ നിലമൊരുക്കി നിരവധി പച്ചക്കറികൾ സിസ്റ്റർ നട്ടു തുടങ്ങി. ഈ പച്ചക്കറികൾക്ക് വിപണി കണ്ടെത്താനാകുമോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. എങ്കിൽ കൂടി സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഒട്ടേറെ പേരാണ് പച്ചക്കറികൾ വാങ്ങാനായി ഇവിടെ എത്തിച്ചേരുന്നത്. തികച്ചും ജൈവമായ രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന 1.5 ഏക്കർ പുരയിടത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. മഴവെള്ള സംഭരണികളും കിണർ റീചാർജിങ്ങും മഴക്കുഴികളും ഒക്കെയായി ജലത്തിന് യാതൊരു ക്ഷാമവുമില്ല. സ്കൂളിലേക്ക് കടന്നു വരുന്നവരെ സ്വീകരിക്കുന്നത് പപ്പായ ഗ്രാമമാണ്. റെഡ് ലേഡി വിഭാഗത്തിൽപ്പെട്ട നിരവധി പപ്പായ ചെടികളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. ഇതുകൂടാതെ വെണ്ട, വഴുതന, പയർ, പടവലം, പാവൽ, ഇഞ്ചി, പച്ചമുളക്, മത്തൻ, കുമ്പളം, പടവലം എന്നിങ്ങനെ എല്ലാവിധ പച്ചക്കറികളും നമുക്ക് ഈ തോട്ടത്തിൽ കാണാനാകും. പഴവർഗ്ഗങ്ങൾ അടങ്ങിയ നല്ലൊരു ഫ്രൂട്ട് ഗാർഡനും നമുക്കിവിടെ കാണാൻ സാധിക്കും. വിവിധതരം മാവുകൾ, പ്ലാവുകൾ, നെല്ലി, സപ്പോട്ട, ചാമ്പ, പേര, ലൂവി, റംബൂട്ടാൻ, സ്ട്രോബെറി, മാംഗോസ്റ്റിൻ, സ്റ്റാർ ആപ്പിൾ, മാതള നാരകം, ചെറുനാരകം എന്നിങ്ങനെ നീളുന്നു അതിന്റെ പട്ടിക.
മൃഗപരിപാലനത്തിനും സിസ്റ്റർ സമയം കണ്ടെത്തുന്നു. ലോക്ക്ഡൌണിൽ തുടങ്ങിയ കോഴിക്കൃഷി നാടൻ കോഴികളും കരിങ്കോഴികളും കാടക്കോഴികളും ഒക്കെയായി വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. മുട്ട വിപണനം നടത്തുന്നു. മുയൽ കൃഷിയും ലവ് ബേർഡ്സും മത്സ്യകൃഷിയും ഒക്കെ ഇതിനോട് ചേർത്ത് പറയാവുന്ന മറ്റിനങ്ങളാണ്. നിറയെ പൂക്കളും പൂമ്പാറ്റകളും ഇലച്ചെടികളും ഒക്കെയുള്ള ഈ ക്യാമ്പസ് കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ചയാണ്. ലോക്ക്ഡൌണിൽ പലരും വീടുകളിൽ പൂന്തോട്ടവും കൃഷിത്തോട്ടവും ഒക്കെ ഉണ്ടാക്കിയതായി അറിയാൻ സാധിച്ചു. ഈ കൃഷിയോടുള്ള ഈ ഒരു ആഭിമുഖ്യം വരും തലമുറയിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധിച്ചാൽ നാം വിജയിച്ചു. കാരണം കൃഷി രാജ്യത്തിന്റെ ജീവനാഡിയാണ്. അത് നമുക്ക് ഉപേക്ഷിച്ചിട്ടൊന്നും നേടാനാവില്ല. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി. ശുഭദിനം.